പ്രധാനപ്പെട്ട വാർത്ത മറ്റൊന്ന് രാഹുൽ മാങ്കൂട്ടത്തിലുമായി ബന്ധപ്പെട്ട് സ്ഥാനം രാജിവെക്കണമെന്ന നിലപാടിൽ വിട്ടുവീഴ്ചയില്ല എന്നുള്ളതാണ് പ്രതിപക്ഷ നേതാവിന്റെ നിലപാട് ഹൈക്കമാൻഡിനെ അറിയിച്ചു കഴിഞ്ഞു. ഇത്തരം പരാതികൾ നേരിടുന്ന ആളെ വെച്ച് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നാണ് വി ഡി സതീശന്റെ നിലപാട്. ആർ ശ്രീജിത്ത് തന്നെയാണ് ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായുള്ളത്. ശ്രീജിത്ത്, മുൻപ് തന്നെ അതിന്റെ സൂചനകളാണ് ഇന്ന് രാവിലെ നമ്മൾ കേട്ടത്. ആദ്യപടി മാത്രമാണെന്നൊരു വാചകം അദ്ദേഹം പറഞ്ഞിരുന്നു. അപ്പോൾ ആ നിലപാട് അത് രാജി വേണം എന്നതിന്റെ സൂചനയായി നമ്മൾ അപ്പോൾ കണ്ടിരുന്നതുമാണ്. അത് കൃത്യമായി തന്നെ ഹൈക്കമാൻഡിനെ സതീശൻ അറിയിച്ചിട്ടുണ്ട് എന്നതാണോ? സതീശൻ കൈവിട്ടിരിക്കുന്നു തന്റെ ഏറ്റവും പ്രിയപ്പെട്ട രാഹുൽ മാങ്കൂട്ടത്തിലെ എന്ന് തന്നെയല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഹനുജ, കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിലെ രാജി അനിവാര്യമാണ് എന്ന നിലപാടാണ് വി ഡി സതീശന് ഉള്ളത്. അദ്ദേഹം അത് ഹൈക്കമാൻഡിനെ അറിയിച്ചു എന്നാണ് നമുക്ക് ഹൈക്കമാൻഡ് വൃത്തങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ നിയമസഭാംഗമായി മുന്നോട്ട് പോകാൻ കഴിയില്ല. അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും താനില്ല. മറ്റു നേതാക്കൾ എന്ത് നിലപാടെടുത്താലും പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെ ഇത്തരം ആരോപണങ്ങൾ നേരിടുന്ന, ഇത്തരം ഗുരുതരമായ പരാതികൾ നേരിടുന്ന, അത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല നിരവധിയായ പരാതികൾ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നു. ഇങ്ങനെ ഒരാളെ മുന്നിൽ കൂടെ നിർത്തിക്കൊണ്ട് നിയമസഭാ തെരഞ്ഞെടുപ്പിനെയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെയും നേരിട്ടാൽ വലിയ തിരിച്ചടി ഉണ്ടാകും. മുന്നണിയുടെ രാഷ്ട്രീയ സാധ്യതകളെ പോലും ബാധിക്കുന്ന തരത്തിലുള്ള ഗുരുതരമായ ആരോപണങ്ങളാണ് ഓരോ ദിവസവും പുറത്തു വരുന്നത്. എവിടെ നിന്നൊക്കെയാണ് ഈ ആരോപണങ്ങൾ പുറത്തു വരുന്നതെന്ന കാര്യം പോലും നിശ്ചയമില്ല. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ആരോപണങ്ങൾ ഏൽക്കുന്ന ഒരാളെ നിലനിർത്തി മുന്നോട്ട് പോവുക സാധ്യമല്ല. അക്കാര്യത്തിൽ ഒരു കോംപ്രമൈസിനും താൻ തയ്യാറല്ല എന്ന വിവരം ഹൈക്കമാൻഡിനെ ഇപ്പോൾ വി ഡി സതീശൻ അറിയിച്ചു കഴിഞ്ഞു എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഹൈക്കമാൻഡ് വൃത്തങ്ങൾ അത് സ്ഥിരീകരിക്കുന്നുണ്ട്. അക്കാര്യം വ്യക്തമാക്കിക്കൊണ്ടുള്ള നിലപാട് നേരത്തെ തന്നെ സതീശൻ്റെ പറഞ്ഞിരുന്നു. അതായത് നേരത്തെ ഉച്ചയ്ക്ക് നടത്തിയ മാധ്യമങ്ങളോടുള്ള പ്രതികരണത്തിൽ ഇത് ആദ്യഘട്ടമായ ഉള്ള നടപടിയാണ്. അത് യൂത്ത് കോൺഗ്രസിൻ്റെ സംഘടനാ തലപ്പത്ത് നിന്ന് മാറ്റുന്നു. മറിച്ച് ബാക്കിയുള്ള കാര്യങ്ങൾ പാർട്ടി അന്വേഷിച്ച് ആലോചിച്ച് തീരുമാനിക്കുമെന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. എന്തായാലും താൻ പിന്നോട്ടില്ല എന്ന കാര്യം വ്യക്തമാക്കിയിരിക്കുന്നു. ഇത്തരത്തിൽ മാതൃകാപരമായ രീതിയിൽ പൊതുപ്രവർത്തനത്തിൽ ഇടപെടേണ്ട ആളുകൾ എന്ന നിലയ്ക്ക് ഇത്തരം ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന ആളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് സതീശൻ ചൂണ്ടിക്കാണിക്കുന്നത്. ഹൈക്കമാൻഡ് വൃത്തങ്ങളും ഇത് ഗൗരവമായി എടുത്തിട്ടുണ്ടെന്നാണ് അറിയുന്നത്. പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി അടക്കം വളരെ ശക്തമായ നിലപാട് ഇക്കാര്യത്തിൽ എടുക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അക്കാര്യത്തിലുള്ള കൃത്യമായ സൂചനകൾ വരും മണിക്കൂറുകളിൽ ഹൈക്കമാൻഡിൽ നിന്ന് പുറത്തു വരുമെന്ന് പ്രതീക്ഷിക്കുന്നു.